Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ടോറസ് നോട്ടിനെ കുറിച്ചാണ്. നമുക്ക് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിൽ ഒരു ടോറസ് ഉണ്ട്. ആ ടോറസ് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ആവുന്നത്. കണ്ട സർക്കിൾ പോലെ ഒരു ഷേപ്പാണ് ക്രിയേറ്റ് ആവുന്നത്. നമുക്ക് സെഗ്മെന്റ്സും വിസിബിൾ ആവണമെങ്കിൽ F3 എന്ന് അടിച്ചു കൊടുത്താൽ മതി. കണ്ട ഇതാണ് ടോറസ്. ടോറസ് നോട്ട് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന് തൊട്ട് താഴെ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് ഉണ്ട്. ഈ എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിന് ടോറസ് നോട്ട് ക്ലിക്ക് ചെയ്യുക. ടോറസ് നോട്ടിൽ നമുക്ക് ക്രിയേഷൻ മെത്തേഡ് രണ്ടെണ്ണം ഉണ്ട്. ഡയാമീറ്റർ വെച്ചിട്ടും ക്രിയേറ്റ് ചെയ്യാം, റേഡിയസും വെച്ചും ക്രിയേറ്റ് ചെയ്യാം. പിന്നെ നോട്ട് സർക്കിൾ നമ്മൾ ഇപ്പം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം ക്രിയേറ്റ് ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുമ്പോൾ ടോറസ് നോട്ട് പോലെയാണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. ജസ്റ്റ് ഒരു ക്ലിക്ക് കൂടി കൊടുക്കുക, അപ്പം അത് ക്രിയേറ്റ് ആയി. ഇത് നോട്ടിന് പകരം നമ്മൾ സർക്കിൾ എന്ന് കൊടുക്കുകയാണെങ്കിൽ കണ്ട നമ്മുടെ ടോറസ് സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സിന്റെ ടോറസ് വെച്ച് ക്രിയേറ്റ് ചെയ്ത പോലെ ആയിരിക്കും. നോട്ട് വെച്ച് ക്രിയേറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ കൂട്ടക്കെട്ട് പോലെ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടോറസ് നോട്ട് യൂസ് ചെയ്യുന്നത്. ഇനി ഇത് എഡിറ്റ് ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കണ് തൊട്ട് താഴെ റൈറ്റ് സൈഡിൽ മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. മോഡിഫൈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തതുകൊണ്ടാണ് ഇവിടെ ടോറസ് നോട്ട് എന്ന് കാണിക്കുന്നത്. ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലായിരിക്കും. ഒറ്റ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മോഡിഫയർ ലിസ്റ്റിൽ കാണിക്കില്ല. ഈ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തെങ്കിൽ ടോറസ് എന്നാണ് കാണിക്കുന്നത്. ഈ ഒബ്ജക്റ്റ് ആണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അപ്പോൾ നമുക്ക് ടോറസ് നോട്ട് കാണിക്കും. ടോറസ് നോട്ടിൽ നമുക്ക് എൻറ്റയർ റേഡിയസ് വലിപ്പം കൂട്ടണമെങ്കിൽ ഈ റേഡിയസിന് വാല്യൂ കൂട്ടിയാൽ മതി. നമുക്ക് എൻറ്റയർ മൊത്തത്തിലുള്ള റേഡിയസ് കൂടുന്നത് കാണാം. ഇനി ഇങ്ങനെ കണ്ട ഇങ്ങനെയുള്ളതാണ് സെഗ്മെന്റ്സ്. അപ്പോൾ സെഗ്മെന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ കണ്ട ആഡ് ചെയ്യാൻ പറ്റും. സെഗ്മെന്റ്സ് കണ്ട നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. സെഗ്മെന്റ്സ് ഡിക്രീസ് ചെയ്യണമെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ആരൊക്കെ നോക്കിയാൽ മതി. ഇനി രണ്ട് പി വാല്യൂം ക്യൂ വാല്യൂ ഉണ്ട്. ഈ പി വാല്യൂം ക്യൂ വാല്യൂം വെച്ച് നമുക്ക് ഇതിന്റെ ഷേപ്പ് നമുക്ക് മാറ്റാൻ പറ്റും. കണ്ട അപ്പൊ ഞാൻ പി വാല്യൂ മാറ്റുന്നതനുസരിച്ച് ഇവിടെ കണ്ട ചിലർക്ക് ഹോൾസ് വരുന്ന കാണാനുണ്ട്. അപ്പൊ പി വാല്യൂ നമ്മൾ മാറുന്നതനുസരിച്ച് ആ ഷേപ്പ് മാറുന്നത് കാണാം. അപ്പൊ പി വാല്യൂ 1 ആയപ്പോൾ എക്സാക്ട് ഷേപ്പായി. ഇനി ക്യൂ വാല്യൂ 3 ആണ്. ക്യൂ വാല്യൂ മാറ്റുമ്പോൾ കണ്ട ഇടയ്ക്കൊരു കണ്ട ഇവിടെ ഹോൾസ് വരുന്ന കാണാം. ക്യൂ വാല്യൂ നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള സെറ്റ് ചെയ്യുക. ഡീഫോൾട്ട് ആയിട്ടുള്ള 3 സെറ്റ് ചെയ്താൽ മതി. 3 ആണ് അവിടെ കിടന്നത്. 3 സെറ്റ് ചെയ്താൽ ഡീഫോൾട്ട് ആയിട്ട് ഷേപ്പ് കിട്ടും. നമുക്ക് വാർപ്പ് കൗണ്ട്, വാർപ്പ് ഹൈറ്റ് ഇത് രണ്ടും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് രണ്ടും നമുക്ക് സർക്കിൾ എന്ന ഓപ്ഷനിൽ മാത്രമേ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ നമുക്ക് ഇതിന്റെ ക്രോസ് സെക്ഷൻ റേഡിയസ് കുറയ്ക്കുക കൂട്ടുക എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ആരോ വെച്ചിട്ട് കുറച്ചാൽ മതി. അപ്പോൾ കുറയ്ക്കണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഷേപ്പ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഇത് അത് നമുക്ക് കൂട്ടണമെങ്കിൽ സൈഡ് കൂട്ടാൻ പറ്റും. കണ്ട ഇപ്പോൾ ഇവിടെ കൂടുന്നത് കാണാം. സൈഡുകൾ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. ഇനി എസെൻട്രിസിറ്റി ഇപ്പൊ നമുക്ക് ഈ ക്രോസ് സെക്ഷൻ പറഞ്ഞാൽ കറക്റ്റ് സർക്കുലർ ഷേപ്പിലാണ്. എസെൻട്രിസിറ്റി വാല്യൂ 1 ആയപ്പോൾ കറക്റ്റ് സർക്കുലർ ഷേപ്പിലാണ് നമുക്ക് ക്രോസ് സെക്ഷൻ ക്രിയേറ്റ് ആയിട്ടുള്ളത്. അതിന് പകരം നമ്മൾ എസെൻട്രിസിറ്റി കൂട്ടുമ്പോൾ കണ്ട ഒരു ഫ്ലാറ്റ് ഷേപ്പ് വരുന്നത് കാണാം. അങ്ങനെ നമുക്കൊരു ഫ്ലാറ്റ് ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എസെൻട്രിസിറ്റി വാല്യൂ കൂട്ടി കൊടുത്താൽ മതി. അത് നമുക്ക് നോർമൽ ആയിട്ട് കിട്ടാൻ 1 തന്നെ കൊടുത്തു. ഇനി ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ആ 0 എന്നുള്ള വാല്യൂ നമ്മൾ കൂട്ടി കൊടുത്താൽ സെഗ്മെന്റ്സ് മൊത്തം ട്വിസ്റ്റ് ചെയ്തിട്ട് വരുന്നത് കാണാം. നമ്മൾ സെഗ്മെന്റ്സ് കുറെ കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ. നമുക്ക് സെഗ്മെന്റ്സ് കുറച്ച് അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. കേട്ടോ ഇനി നമ്മൾ ട്വിസ്റ്റ് തന്നെ വീണ്ടും മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. ട്വിസ്റ്റ് വേണ്ടെങ്കിൽ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് കൊടുത്താൽ 0 എന്ന് കിട്ടും. ഇനി ലെംസ് ഇപ്പോൾ 0 ആണ് കൊടുത്തിട്ടുള്ളത്. ലെംസിന്റെ വാല്യൂ ഒരു 10 കൊടുത്തു വരിക. അതിനുശേഷം ലെംസ് ഹൈറ്റ് കണ്ട ലെംസ് ഹൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചില പോർഷനിൽ ബൾജാവുന്നത് കാണാം. കണ്ട കൂട്ടി കൊടുക്കുന്നു. ലെംസ് ഹൈറ്റ് കൂട്ടി കൊടുക്കുമ്പോൾ ബൾജാവുന്നത് കാണാം. ചില ഏരിയയിൽ മാത്രം. അത് കുറയ്ക്കുമ്പോൾ കുറയുന്നത് കാണാം. ലെംബ് ഓഫ്സെറ്റ് പറഞ്ഞാൽ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണം എവിടുന്ന് എൻഡ് ചെയ്യണം അത് നമുക്ക് മാറ്റണമെങ്കിൽ ലെംബ് ഓഫ്സെറ്റ് മാറ്റി കൊടുത്താൽ അതിനനുസരിച്ച് സ്റ്റാർട്ടിങ് പോയിന്റ് ലെംബിന്റെ സ്റ്റാർട്ടിങ്ങും എൻഡിങ് പോയിന്റും മാറുന്നത് കാണാം. ഇനി ലെംസ് നമുക്ക് വേണ്ടെങ്കിൽ ജസ്റ്റ് ലെംസിന്റെ അവിടെ റൈറ്റിൽ കൊടുത്താൽ 0 വാല്യൂ കിട്ടും. ഇത് നമുക്ക് സ്മൂത്ത് ചെയ്യണമെങ്കിൽ ഇപ്പോൾ അല്ലാതെ സ്മൂത്ത് ചെയ്തിട്ടുണ്ട്. ഇനി സൈഡ് മാത്രം സ്മൂത്ത് ചെയ്താൽ നമുക്ക് കണ്ട ഈ ഫേസുകൾ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഇനി ഒന്നും സ്മൂത്ത് ചെയ്യണമെങ്കിൽ സെഗ്മെന്റ്സും ഫേസുകളും ഒക്കെ ക്ലിയർ ആയിട്ട് കാണാം. നമുക്ക് സ്മൂത്ത് ആയിട്ട് കാണണമെങ്കിൽ സ്മൂത്ത് ഓപ്ഷൻ ഓൺ ആക്കി കൊടുക്കുക. സ്മൂത്ത് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ടോറസ് നോട്ട് ക്രിയേറ്റ് ചെയ്യുന്നത് സർക്കിൾ മെത്തേഡ് വെച്ചിട്ടാണെങ്കിൽ, അതായത് ടോറസ് നോട്ട് എടുത്തു അതിനുശേഷം
ഇവിടെ നോട്ടാണ് പാരാമീറ്റേഴ്സ്. അതിന് പകരം ജസ്റ്റ് സർക്കിൾ മെത്തേഡാണ് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ F4 അടിച്ചു, മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഫേസും കൂടി മനസ്സിലാവുക. അതിനുശേഷം നോട്ടാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എടുക്കണ്ടാവുക. നോട്ടിലാണെങ്കിൽ പിയും ക്യൂ വെച്ചിട്ടായിരിക്കും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. സർക്കിൾ ആകുമ്പോൾ വാർപ്പ് കൗണ്ട് വാർപ്പ് ഹൈറ്റും വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുക. ഞാൻ Alt W കൊടുത്തു. Alt W കൊടുത്ത് 4 വ്യൂവും ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. എക്സ്റ്റെൻഡ് ചെയ്തു. അതിനുശേഷം ഞാൻ വാർപ്പ് കൗണ്ട് ജസ്റ്റ് ഒരു വാല്യൂ കൂട്ടി കൊടുത്തു. വാർപ്പ് ഹൈറ്റ് കൂട്ടി കൊടുത്തു. മോഡിഫൈ എടുത്തു. സർക്കിള് വാർപ്പ് കൗണ്ട് കൂട്ടി കൊടുത്തു. നേരത്തെ മാറാണ്ടിരുന്നത് നമ്മൾ ഈ ക്രിയേറ്റിന്റെ അവിടെയാണ് മാറ്റിക്കൊണ്ടിരുന്നത്. നമ്മൾ മോഡിഫൈ ആണെങ്കിൽ ജസ്റ്റ് മോഡിഫൈ എന്ന ഓപ്ഷനിൽ എടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റണം. അപ്പോൾ മോഡിഫൈ എടുത്തു. വാർപ്പ് കൗണ്ട് കൂട്ടി കൊടുക്കുമ്പോൾ വേണ്ട ആ ഷേപ്പിൽ ഒരു വ്യത്യാസം വരുന്നത് കാണാൻ നമുക്ക് പറ്റും. ഈ വാർപ്പ് ഹൈറ്റ് മാറ്റണമെങ്കിൽ വാർപ്പ് ഹൈറ്റ് കൂട്ടി കൊടുക്കുക. ഈ 70 എന്നുള്ളത് ഒരു 10 കൊടുത്തിരിക്കുക. അപ്പോൾ കണ്ട ഷേപ്പ് മാറി. കണ്ട Alt W കൊടുത്ത് ഇതാണ് നമ്മുടെ ഷേപ്പ്. ഈ 10 ഉള്ളത് നമ്മൾ കൂട്ടി കൊടുത്തു ഇരിക്കുക. കണ്ട ഇപ്പോൾ 6 കൊടുത്തു, ഒരു 5 കൊടുത്തു. കണ്ട ഒരു അമീബയുടെ ഒരു ഷേപ്പ് ഉണ്ട്. അതേപോലെ നമുക്ക് വാർപ്പ് ഹൈറ്റ് മാറ്റണമെങ്കിൽ ഹൈറ്റ് മാറ്റുക. കണ്ട ഇവിടെ നിന്ന് ഹൈറ്റ് മാറ്റുമ്പോൾ വാർപ്പ് ഹൈറ്റിനനുസരിച്ച് ഷേപ്പ് മാറുന്നുണ്ട്. ഇവിടെ നിന്ന് ഈ ഒരു ഓരോന്നിലേക്കുള്ള ഹൈറ്റ് നമുക്ക് വ്യത്യാസം വരുന്നുണ്ട്. കൗണ്ട് എത്ര 5 ആണെങ്കിൽ 6, 6, 7 വേണമെങ്കിൽ 7, അങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും. ആ ഓപ്ഷൻ സർക്കിൾ എന്ന ഓപ്ഷനിൽ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ ഓപ്ഷൻസും നോട്ടിലേത്തെ പോലെ നമുക്ക് മാറ്റാൻ പറ്റും. ലെമ്പ് കൊടുക്കണമെങ്കിൽ ലെംസ് കൊടുക്കാം, ട്വിസ്റ്റ് ചെയ്യണമെങ്കിൽ ട്വിസ്റ്റ് ചെയ്യാം, എസെൻട്രിസിറ്റി മാറ്റണമെങ്കിൽ എസെൻട്രിസിറ്റി മാറ്റാം, സ്മൂത്ത് ചെയ്യണമെങ്കിൽ സ്മൂത്ത് ചെയ്യാം. ബാക്കിയുള്ളതെല്ലാം സെയിം ആണ്. താങ്ക് യു ഫോർ വാച്ചിങ്.